കണ്ണമംഗലം വെള്ളരിശ്ശേരിയിലാണ് ഞാൻ താമസിക്കുന്നത്. പട്ടികജാതിക്കാരനായ കുഞ്ഞാമി കുടുംബവും എൻ്റെ അയൽവാസിയാണ്. അവർ താമസിക്കുന്ന പറമ്പിൻ്റെയും എൻ്റെയും പറമ്പിൻ്റെ ഇടയിൽ ഒരു 3 മീറ്റർ ഉയർന്ന മതിലുണ്ട്. അതിൻ്റെ ഇടവഴിയുണ്ട്. ഈ 2 പറമ്പിൻ്റെയും പേര് വ്യത്യസ്തമാണ്, ജമീർ വ്യത്യസ്തമാണ്. അവരെ പറമ്പിൻ്റെ അതിര് പറയുന്നത് എൻ്റെ പറമ്പാണ്. എൻ്റെ കൈവശത്തിൽ ഒരു ഏക്കറിന് 66 സെൻറ്റ് സ്ഥലമാണുള്ളത്. 1954 മുതൽ നികുതി അടച്ച് കൈവശം വെച്ചിരുന്ന സ്ഥലമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മകൻ്റെ വീട് പണിക്ക് വേണ്ടി ഈ സ്ഥലത്ത് നിന്ന് ഒരു തേക്ക് മരം മുറിച്ചപ്പോൾ അത് തടയാൻ അദ്ദേഹം ശ്രമിക്കുകയും എനിക്കെതിരെ പോലീസ് പരാതി നൽകുകയും ചെയ്തു. കുമരകം പോലീസ് എന്നെ സ്റ്റേഷനിൽ വിളിപ്പിക്കുകയും അവരുടെയും എൻ്റെയും രേഖകൾ പരിശോധിച്ചപ്പോൾ ഇത് ഒരു സിവിൽ സ്വഭാവമുള്ളതായതുകൊണ്ട് കോടതിയിൽ പോയി അതിന് ഉത്തരവ് വാങ്ങണമെന്ന് ഞങ്ങളോട് ഇരു കൂട്ടരോടും ആവശ്യപ്പെടുകയും ചെയ്തു. അത് പ്രകാരം ഞാൻ 1950/60/9 OS 1060 നമ്പറായി ഒരു കേസ് വരികയും അതേ പ്രകാരം എതിർകക്ഷി OS 1056/9 നമ്പറായി ഒരു കോഴിക്കോട് മുനിസിപ്പൽ കോടതിയിൽ അന്യായം വരികയും ചെയ്തു. ഈ 2 കേസുകളും വാദം കേട്ട് അദ്ദേഹത്തിൻ്റെ കേസ് കോടതി തള്ളുകയും എൻ്റെ കേസിന് കോടതി അംഗീകരിച്ചുകൊണ്ട് ഈ ഇഞ്ചക്ഷൻ തരുകയും ചെയ്തു. ഈ ഉത്തരവ് എതിർകക്ഷികൾക്കോ എതിർകക്ഷികൾക്കോ അവരുടെ ആളുകൾക്കോ പറമ്പിൽ പ്രവേശിക്കുന്നതിനോ കൈവശപ്പെടുത്തുന്നതിനോ അതിനെതിരെ വല്ല പ്രവർത്തിക്കുന്നതിനോ യാതൊന്നും പാടില്ല എന്നും പ്രത്യേകം ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. ഈ ഉത്തരവ് 2009 നവംബർ 21-ാം തീയതി അദ്ദേഹം കൈപ്പറ്റിയതാണ്. ഈ ഉത്തരവ് പോലീസ് കാണിച്ചപ്പോൾ മുറിച്ചിട്ട മരം എടുക്കാൻ എനിക്ക് സമ്മതം തരികയും ഇനി ആവശ്യമുണ്ടെങ്കിൽ മുറിക്കാൻ സമ്മതം തരികയും അത് പ്രകാരം ഞാൻ മരം മുറിക്കുകയും ചെയ്തു. കോടതി ഉത്തരവിനെതിരെ അവർ സമർപ്പിച്ച അപ്പീലും കോടതി തരികയുണ്ട്. എതിർ കക്ഷികൾ വ്യാജ രേഖകൾ ശരിപ്പെടുത്തി അന്ന് എതിർ കക്ഷികൾക്ക് വ്യാജ രേഖകൾ ശരിപ്പെടുത്തി കൊടുത്ത അന്നത്തെ വില്ലേജ് ഓഫീസർ, തഹസിൽദാർ എന്നിവർക്കെതിരെ റവന്യൂ വകുപ്പിൽ ഞാൻ പരാതി കൊടുത്ത അടിസ്ഥാനത്തിൽ അന്നത്തെ റവന്യൂ വകുപ്പ് കർശന അവരുടെ നടപടിയെടുത്തു. റവന്യൂ വകുപ്പ് തിരുവനന്തപുരം അഡീഷണൽ സെക്രട്ടറി ഇത് സംബന്ധിച്ചൊരു കത്ത് എനിക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗത്തും ഇവിടെ എൻ്റെ പ്രശ്നമുണ്ട്. അഡീഷണൽ സെക്രട്ടറി കള്ളരേഖ ഉപയോഗിച്ച് കോടതി മുഖേനയോ ഭരണകൂടത്തിന് സഹായം മൂലമോ ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കുവാൻ എതിർകക്ഷിക്ക് സാധ്യമാകാതെ വന്നപ്പോൾ എതിർകക്ഷി അവരുടെ സമുദായ സംഘടനയായ സംസ്ഥാന ചെയർമാൻ, അതായത് അവരുടെ പട്ടികജാതി പട്ടികവർഗ ഐക്യ സംഘത്തിൻ്റെ സംസ്ഥാന ചെയർമാൻ ഐത്തിയൂർ സുരേന്ദ്രൻ, ഗംഗാദേവി തുടങ്ങിയവരെ സ്വാധീനിച്ച് അവർ ഒത്തുചേർന്ന് എന്നെ ഭീഷണിപ്പെടുത്തുകയും സമൂഹത്തിൽ എന്നെ അപമാനിക്കുകയും ചെയ്തു. പോലീസ് മേധാവികൾക്ക് കള്ള പരാതി കൊടുക്കുകയും ചെയ്തു. പട്ടികജാതി വർഗ ഐക്യവേദി സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ മുൻ ഐത്തിയൂർ സുരേന്ദ്രൻ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയ പരാതിയിൽ കുഞ്ഞൻ, വേലായുധൻ എന്നിവരുടെ 30 സെന്റ് സ്ഥലം ഞാൻ കയ്യേറി 10 ലക്ഷം രൂപ വിലയുള്ള മരം മുറിച്ചു കടത്തി എന്ന് എനിക്കെതിരെ പരാതി കൊടുക്കുകയും ഗുണ്ടകൾ ഉപയോഗിച്ച് അവരെ പറമ്പ് കയ്യേറി ചെയ്തതെന്നും അതിന് കൂട്ടുന്ന 14 SIമാരെ സുസൈനെതിരെയും 1989 പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന പ്രകാരം കേസെടുക്കണമെന്നും അദ്ദേഹം ആ അഭ്യർത്ഥനയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്.